So ഇതിൽ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ലിമിറ്റ്സ്, continuity, derivatives, integrals, differential equations and linear programming. So let us start. First topic on limits. Limit of a function is expressed as limit x tends to a f of x. Limit x tends to a f of x exists at x equal to a if and only if left hand limit is equal to right hand limit. Left hand limit എന്ന് പറഞ്ഞാൽ limit x tends to a minus അല്ലെ left hand limit ആണ്. Prior to a എന്ന് പറയുന്നത് f of x is equal to limit x tends to a plus above a എന്നുള്ളത് f of x. അപ്പോൾ left hand limit equal to right hand limit ആയാൽ limit x tends to a f of x exist ചെയ്യും. നെക്സ്റ്റ് പോളിനോമിയൽസിന്റെയും റാഷണൽ ഫംഗ്ഷൻസിന്റെയും ലിമിറ്റ്സ് നോക്കാം. limit x tends to a f of x is equal to a0 plus a1 into a plus a2 into a square plus etc. an into a raised to n which is equal to f of a. അതായത് ഇതുപോലെ x ന് a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ പോളിനോമിയലിന്റെ ലിമിറ്റ് ആണത്. ക്ലിയർ ആയി? അപ്പോൾ f of x എന്ന് പറയുന്നത് ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണെങ്കിൽ ലിമിറ്റ് x tends to a f of x എന്ന് പറയുന്നത് when x approaches a. അങ്ങനെയാണെങ്കിൽ ആ പോളിനോമിയലിന്റെ ഫംഗ്ഷൻ ആ വാല്യൂ ആണ് പറഞ്ഞിരിക്കുന്നത്, ദാറ്റ് ഈസ് f of a. നെക്സ്റ്റ് ഇതേപോലെ റാഷണൽ ഫംഗ്ഷൻസ്. റാഷണൽ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഈ റാഷണൽ ഫോമിലുള്ളത് അല്ലെ. ഇപ്പോൾ ലിമിറ്റ് x tends to a f of x, it is given by limit x tends to a g of x by h of x. അതായത് ഇപ്പോൾ g of x by h of x എന്ന ഒരു റാഷണൽ ഫോം ആണ്. അതിൽ നമ്മൾ ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പോകണം. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് എന്ന് പറയുന്നത് ഓരോന്നിനും സ്പ്ലിറ്റ് ചെയ്ത് അപ്ലൈ ചെയ്യുക. അതായത് ലിമിറ്റ് x tends to a ന്യൂമറേറ്ററിലുള്ള g of x ഡിവൈഡഡ് ബൈ ലിമിറ്റ് x tends to a h of x which is given by limit x tends to a g of x എന്ന് പറഞ്ഞാൽ എന്താ, x ന് a കൊടുക്കുക അല്ലേ. അപ്പോൾ that means g of a similarly divided by h of a. നെക്സ്റ്റ് നമുക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് ലിമിറ്റ്സ് നോക്കാം. സൈൻ എക്സിന്റെ ലിമിറ്റ് വെൻ എക്സ് ടെൻസ് ടു 0 എന്ന് പറഞ്ഞത് 0 ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 cos x is 1. അതായത് എക്സിന് നമ്മൾ ആ വാല്യൂ കൊടുക്കുമ്പോൾ എന്താണ് ഫംഗ്ഷന്റെ വാല്യൂ, അതാണ് നമ്മൾ ഈ ലിമിറ്റ്സ് സ്റ്റാൻഡേർഡ് ഫോംസ് ഇതെല്ലാം അറിഞ്ഞിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 മൈനസ് cos x by x is given by 0. അപ്പോൾ നമുക്ക് ഓരോ പ്രോബ്ലംസിലും ഈ ലിമിറ്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ വാല്യൂസ് അപ്ലൈ ചെയ്യാം. Limit x tends to 0 sin x by x is 1. Limit x tends to 0 tan x by x is also equal to 1. Limit x tends to a tan of x minus a by x minus a is 1. Limit x tends to 0 e raised to x minus 1 by x equal to 1. Limit x tends to 0 a raised to x minus 1 by x is given by log a to the base e. Limit x tends to a sin of x minus a by x minus a is 1. Limit x tends to 0 log of 1 plus x by x is equal to 1. Limit x tends to 0 1 plus x raised to 1 by x. ഈ സെയിം ടേം തന്നെ പവറിൽ റെസിപ്രോക്കൽ ആയി വരണം. 1 plus x raised to 1 by x is equal to e. നെക്സ്റ്റ് എൽ ഹോസ്പിറ്റൽസ് റൂൾ. ഇത് ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൂളാണ്. സപ്പോസ് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഇഫ് ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് 0 by 0 or infinity by infinity when x equal to a. അതായത് നമ്മളിപ്പോൾ ലിമിറ്റ് x tends to a കൊടുത്താൽ that means x equal to a ആണ് അല്ലേ. അപ്പോൾ അത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ രണ്ടും ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ രണ്ടും ഇൻഫിനിറ്റി. അപ്പോൾ 0 by 0 അല്ലെങ്കിൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം വന്നു കഴിഞ്ഞാൽ നമ്മൾ എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യാം. അതായത് when limit x tends to f of x by g of x becomes in the form 0 by 0 or infinity by infinity, then just take the differential. അതായത് first derivative consider ചെയ്യുക. limit x tends to a f dash of x divided by g dash of x. ക്ലിയർ ആയല്ലോ? ജസ്റ്റ് വൺ ടൈം ഡെറിവേറ്റീവ് കാണാം, എന്നിട്ട് ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഇപ്പൊ അഗെയിൻ 0 by 0 or infinity by infinity ഫോം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അഗെയിൻ ഡെറിവേറ്റീവ് കാണാം. ഈ എഫ് ഡാഷ് ഓഫ് എക്സിന്റെ വീണ്ടും ഡെറിവേറ്റീവ് കാണാം. ദാറ്റ് മീൻസ് നമുക്ക് എഫ് ഡബിൾ ഡാഷ് അഗെയിൻ താഴെ അതേപോലെ ജി ഡബിൾ ഡാഷ് അങ്ങനെ. ക്ലിയർ ആയോ? നെക്സ്റ്റ് ആൾജിബ്ര ഓഫ് ലിമിറ്റ്സ്. അപ്പോൾ ഇത് ജസ്റ്റ് ഗോ ത്രൂ ദീസ് ആൾജിബ്ര. അതായത് നമ്മൾ ജസ്റ്റ് ആ ലിമിറ്റ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് അതിന് ബേസ് ചെയ്തിട്ട്. ഇപ്പോൾ സപ്പോസ് സം ഓഫ് 2 ഫംഗ്ഷൻസ് വന്നാൽ ഓരോ ഫംഗ്ഷനും ഇൻഡിവിജ്വലി സെപ്പറേറ്റ് കൊടുക്കുക. അതേപോലെ തന്നെ പ്ലസ് ഓർ മൈനസ് ഫംഗ്ഷൻസ് വന്നു കഴിഞ്ഞാൽ എഗെയിൻ ഒരു സ്കെയിലാർ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് വാല്യൂ, ജസ്റ്റ് ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ് എന്നിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. പിന്നെ അതുപോലെ പ്രോഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻസ് വന്നാൽ എഗെയിൻ ഇൻഡിവിജ്വൽ ആയിട്ട് ലിമിറ്റ് ഓരോന്നിനെ അപ്ലൈ ചെയ്ത് പ്രോഡക്റ്റ് കാണാം. ദെൻ ഡിവിഷൻ ഫോമിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഫോം വന്നു കഴിഞ്ഞാൽ എഗെയിൻ ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും സെപ്പറേറ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യാം.
Next topic on continuity. If the left hand limit, right hand limit and the value of the function at x equal to c exist and equal to each other, then f is said to be continuous at x equal to c. Suppose c എന്ന് പറയുന്ന പോയിന്റ്, ഓക്കെ, x equal to c എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്യാം. ഈ ഒരു പർട്ടിക്കുലർ വാല്യൂല്, ഈ ഒരു പർട്ടിക്കുലർ പോയിന്റില് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും പിന്നെ അത് മാത്രമല്ല വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ at c, അതായത് f of c, ഇത് എല്ലാം ഈക്വൽ ആണെങ്കിൽ then that means function is continuous at x equal to c. അപ്പോൾ അതിന്റെ മീനിങ് എന്താ, നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ലിമിറ്റ് x tends to c f of x is equal to f of c. ഇനി സപ്പോസ് നേരെ റിവേഴ്സ് കേസ്, if it is not continuous at c, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഫംഗ്ഷൻ എന്താ പറയാ? It is discontinuous at c and this particular point c is called a point of discontinuity of f. ആ ഫംഗ്ഷന്റെ ഒരു പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ആയിരിക്കും അപ്പോൾ c. Next, some common functions in the continuity ആണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. Just go through this table. നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കാര്യങ്ങളെല്ലാം ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ്. സോ മെയിൻ ആയിട്ട് ഇപ്പോൾ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇക്വൽ ടു സി, അപ്പോൾ അത് ആ ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ എപ്പോഴും കണ്ടിന്യൂസ് ആവുന്നത് ആർ എന്ന് പറയുന്നത്, ഓക്കെ, റിയൽ നമ്പേഴ്സ് ആ റേഞ്ചിലാണ്. അതേപോലെ ഐഡന്റിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇക്വൽ ടു എക്സ് അഗെയിൻ ആർ ആണ്. സിമിലർലി ഇപ്പോൾ പോളിനോമിയൽ ഫംഗ്ഷൻ നേരത്തെ പറഞ്ഞു എ നോട്ട് എക്സ് റേസ് ടു എൻ പ്ലസ് എക്സെട്ര അപ് ടു എ എൻ, അതും അഗെയിൻ ആർ തന്നെയാണ്. ഓക്കെ, അതേപോലെ ഇപ്പോൾ ലോഗ് എക്സിന്റെ ഇതേപോലെ 0, ഓപ്പൺ ഇന്റർവെൽ ആണ് വരുന്നത്. സോ ജസ്റ്റ് ഗോ ത്രൂ ദിസ്. Next, derivatives. A function f is differentiable at a point c in its domain if both limit h tends to 0 minus f of c plus h minus f of c by h and limit h tends to 0 plus f of c plus h minus f of c by h are finite and equal. ഒരു ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ പോയിന്റ് സിയിൽ ഡിഫറൻഷ്യബിൾ, അതായത് അതിന്റെ മീനിങ് എന്താ? ഇറ്റ് ക്യാൻ ബി, അതായത് അതിന്റെ ഡെറിവേറ്റീവ് നമുക്ക് ഇറ്റ്സ് ഡെറിവേറ്റീവ് ക്യാൻ ബി ഫൗണ്ട് ഔട്ട് അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യും എന്ന് പറയാം. ഓക്കെ, സോ അങ്ങനെ അത് എപ്പോഴാണ് പറയാൻ പറ്റുക? വെൻ ലിമിറ്റ് h tends to 0 മൈനസ് ഈ ഒരു ഡിഫറൻസ് എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി ഡിവൈഡ് ബൈ ആ ഒരു ചേഞ്ച് ഇൻ വാല്യൂ അല്ലേ h, and also limit h tends to 0 plus the same value. They are finite, both are finite and equal. Okay, next, first principle of derivative എന്ന് പറയുന്നത് f dash of x ആണ് is equal to limit h tends to 0 f of x plus h minus f of x by h. Clear ആയല്ലോ? f dash of x എന്ന് പറയുന്നത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് അല്ലേ? അപ്പോൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഡെറിവേറ്റീവ് f dash of x equal to limit h tends to 0 f of x plus h minus f of x divided by a change in value h. Next, algebra of derivatives of functions. നമ്മൾ ലിമിറ്റ്സ് ഡിസ്കസ് ചെയ്ത പോലെ തന്നെ പ്ലസ് ഓർ മൈനസ് ഫംഗ്ഷൻസ് വന്നാൽ ഡെറിവേറ്റീവ് നമ്മൾ ജസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എഗെയിൻ പ്രോഡക്റ്റ് വന്നു കഴിഞ്ഞാൽ പ്രോഡക്റ്റും ഇതേപോലെ ഡിവിഷനും വന്നു കഴിഞ്ഞാൽ റൂൾസ് സെപ്പറേറ്റ് ആണ്. ദാറ്റ് ഇസ് പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ് ആണെങ്കിൽ നമ്മൾ ഇതേപോലെ ജസ്റ്റ് ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുക. അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ? ഫസ്റ്റ്, അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇൻറ്റു അതർ ഫംഗ്ഷൻ അങ്ങനെ തന്നെ എഴുതുക. പ്ലസ് ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഓൾട്ടർനേറ്റ് ആയിട്ട് എടുക്കാം, എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ജി ഓഫ് എക്സ്. സിമിലർലി നമ്മൾ അതായത് കോഷ്യൻ ഫോമിൽ വന്നു കഴിഞ്ഞാൽ സപ്പോസ് എ ബൈ ബി അല്ലെങ്കിൽ എഫ് ബൈ ജി ഫോമിൽ വന്നു കഴിഞ്ഞാൽ ഡി ബൈ ഡി എക്സ് ഇങ്ങനെ കാണാം, ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ജി ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ജസ്റ്റ് ബേസിക്കലി നമ്മളിപ്പോൾ ഈ എഫ് ബൈ ജി എടുക്കുകയാണെങ്കിൽ, ഓക്കെ, ഇതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ജസ്റ്റ് ഡാഷ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ജി എഫ് ഡാഷ് മൈനസ് എഫ് ജി ഡാഷ് ഡിവൈഡ് ബൈ ജി സ്ക്വയർ. ഇങ്ങനെയാകുമ്പോൾ കുറച്ചുകൂടി മെമ്മറൈസ് ചെയ്യാൻ എളുപ്പം അല്ലേ? അതായത് ജി എന്ന് പറയുന്നത് ന്യൂമറേറ്ററിലായിരിക്കും, ഓക്കെ, സോറി, ജി എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിലായിരിക്കും, എഫ് എന്ന് പറയുന്നത് ന്യൂമറേറ്ററിലായിരിക്കും. സോ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ സ്ക്വയർ ഓഫ് ദ ഡിനോമിനേറ്റർ. ഓക്കെ, ഏതാണ് എളുപ്പം അത് മെമ്മറൈസ് ചെയ്ത് വെക്കാം. Next, derivatives of some standard functions. അപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇനിയും ഒരുപാടുണ്ട്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0 ആണ്. സൈൻ എക്സിന്റെ കോസ് എക്സ്, ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് സീക് സ്ക്വയർ എക്സ്, സീക് എക്സിന്റെ സീക് എക്സ് ടാൻ എക്സ്, എ റേസ് ടു എക്സിന്റെ ലോഗ് എ ടു ദ ബേസ് ഇ, ലോഗ് എക്സിന്റെ 1 ബൈ എക്സ്, എക്സ് റേസ് ടു എൻ്റെ ഡെറിവേറ്റീവ് n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1, കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്, cot x ന്റെ minus cosec square x,
cosec x ന്റെ minus cosec x cot x. e raised to x ന്റെ എന്താ വരിക? e raised to x തന്നെയാണ്. അപ്പോൾ if it is e raised to ax, e raised to ax ന്റെ ഡെറിവേറ്റീവ് ആണെങ്കിൽ എന്ത് എഴുതണം? e raised to ax എന്ന് തന്നെ എഴുതുക, പക്ഷെ into derivative of power with respect to x ചെയ്യാം. അതായത് ax ന്റെ ഡെറിവേറ്റീവ് എന്താ with respect to x? a കോൺസ്റ്റന്റ് മാറ്റി എഴുതി, x ന്റെ ഡെറിവേറ്റീവ് 1. So a into e raised to x വരും. ഓക്കെ, അത് ജസ്റ്റ് നോട്ട് ചെയ്യാം. Then derivative of log x to the base a ആണെങ്കിൽ അതെന്താ? 1 by x log a to the base e. Okay, 1 by x log a to the base e. Next, inverse trigonometric functions ന്റെ കുറച്ച് important ആയിട്ടുള്ള derivatives നോക്കാം. Sin inverse x ന്റെ ഡെറിവേറ്റീവ് 1 by root of 1 minus x square. Cos inverse x ന്റെ minus 1 by root of 1 minus x square. Tan inverse x ന്റെ 1 by 1 plus x square. Sec inverse x ന്റെ 1 by modulus of x into root of x square minus 1. Cosec inverse x ന്റെ minus 1 by mod x root of x square minus 1. Cot inverse x ന്റെ minus 1 by 1 plus x square. ഏറ്റവും എളുപ്പം എനിക്ക് തോന്നുന്നു, അതായത് ഇപ്പോൾ സൈൻ ഇൻവേഴ്സും ഇതേപോലെ നമ്മൾ കോസ് ഇൻവേഴ്സും കമ്പയർ ചെയ്ത് പഠിക്കുക, സീക്ക് ഇൻവേഴ്സും കോസീക്ക് ഇൻവേഴ്സും കമ്പയർ ചെയ്ത് പഠിക്കുക, ടാൻ ഇൻവേഴ്സ് ആൻഡ് കോട്ട് ഇൻവേഴ്സ് കമ്പയർ ചെയ്ത് പഠിക്കുക. അപ്പോൾ സൈൻ ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. ഒരെണ്ണം പഠിച്ചു വെക്കുക, അതർ വൺ ആ സൈൻ ചേഞ്ച് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ്, ഡെറിവേറ്റീവ് ഓഫ് കോമ്പോസിറ്റ് ഫംഗ്ഷൻസ്. അതായത് രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്, അതിന്റെ കോമ്പോസിറ്റിന്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ഓൾറെഡി കോമ്പോസിറ്റ് ഫംഗ്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഫസ്റ്റ് യൂണിറ്റിൽ. അപ്പോൾ എഫ് കോമ്പോസിറ്റ് ജി, അതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താ? ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് ജി ഓഫ് എക്സ്, which is given by f dash of, ഈ ഡാഷ് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ഡെറിവേറ്റീവ്, f dash of g of x into g dash of x, which is equal to f dash composite g into g dash. Okay. Next, logarithmic differentiation. ഈ ഒരു മെത്തേഡ് നമ്മൾ എപ്പോഴും കുറച്ച് ചില കോംപ്ലിക്കേറ്റഡ് ഫംഗ്ഷൻസ് ഉണ്ടാവും. അതായത് അതിന്റെ ജനറൽ ഫോം ആണ് y is equal to f of x, which is in the form u of x raised to v of x. അതായത് ഓൾറെഡി ഒരു ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് x, അഗെയിൻ അതിന്റെ പവർ എന്ന് പറയുന്നത് ഒരു വേറൊരു ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് എക്സ്. ക്ലിയർ ആയി? അപ്പൊ ഇങ്ങനത്തെ കോംപ്ലിക്കേറ്റഡ് സഡൻ ഫംഗ്ഷൻസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലോഗറിതമിക് ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇപ്പൊ സപ്പോസ് ഈ ഒരു ഫോമിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ ലോഗറിതമിക് ഡിഫറൻസിയേഷൻ വഴി എങ്ങനെയാണ് സോൾവ് ചെയ്യുക? dy by dx is equal to y into v of x into 1 by u of x into u dash of x plus log u of x into v dash of x. Next, derivatives of functions in parametric form. That is dy by dx is given by dy by dt divided by dx by dt. അതായത് ഇവിടെ x ഉം y ഉം both will be functions of t. Okay, t എന്ന് പറയുന്ന വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഈ x ഉം y ഉം ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി dy by dx കണ്ടുപിടിക്കാൻ പറ്റില്ല. പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? y നെ വിത്ത് റെസ്പെക്ട് ടു t ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ദെൻ ഡിവൈഡ് ബൈ x നെ വിത്ത് റെസ്പെക്ട് ടു t ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അതാണ് dy by dx എന്നത് y in terms of t, dy by dt divided by x in terms of t, that is dx by dt. Next, second order derivative. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു dy by dx ആണ് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. അതിനെ അഗെയിൻ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു x. അതായത് d by dx ഓഫ് dy by dx, അതായത് d square y by dx square. ഇതിനെയാണ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ y എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ രണ്ട് തവണ വിത്ത് റെസ്പെക്ട് ടു x ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സോ ആ ഒരു പെർട്ടിക്കുലർ വാല്യൂ ഇപ്പോൾ d square y by dx square 2 ആണ് വരുന്നത്. അതാണ് ശരിക്കും ഓർഡർ ഓഫ് ദ ആ ഒരു ഡെറിവേറ്റീവ് എക്സ്പ്രഷൻ. ക്ലിയർ ആയി? സോ ഇവിടെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dy by dx നെ അഗെയിൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, d square y by dx square equal to f double dash of x. ഇത് ഡബിൾ ഡാഷ് ആണ്. ഓക്കെ, f double dash of x ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യേണ്ടത് സെക്കൻഡ് ഡെറിവേറ്റീവ്. നെക്സ്റ്റ് നമ്മൾ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് നോക്കാം. അതായത് ഡെറിവേറ്റീവ്സ് നമ്മൾ ഇതേപോലെ ചില ഫംഗ്ഷൻസ് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. സോ അതിൽ 4 ടൈപ്സ് നമുക്ക് നോക്കാം. അതായത് ഇൻക്രീസിങ് ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറയാം? x ലെസ് ദാൻ y കേസിൽ വെൻ ഇറ്റ് ഈസ് f of x ലെസ് ദാൻ or equal to f of y. x ലെസ് ദാൻ y ആണ്, അത് ശ്രദ്ധിക്കാം. അപ്പോൾ f of x ഉം ലെസ് ദാൻ ഓർ ഈക്വൽ ടു f of y ആണെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ നമുക്ക് ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറയാം. നെക്സ്റ്റ് കേസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫംഗ്ഷൻ. ഈ സെയിം ഇൻക്രീസിങ് ഫംഗ്ഷനിൽ ചെറിയൊരു വേരിയേഷൻ എന്താ? ഈ ഈക്വൽ ടു സൈൻ നെഗ്ലക്ട് ചെയ്യാം. അതായത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫംഗ്ഷൻ ആകുമ്പോൾ എങ്ങനെയാണ്? എക്സ് ലെസ് ദാൻ വൈയുടെ കേസിൽ എഫ് ഓഫ് എക്സ് വിൽ ബി ലെസ് ദാൻ എഫ് ഓഫ് വൈ. ഓക്കെ, നെക്സ്റ്റ് കേസ് ആണ് ഡിക്രീസിങ് ഫംഗ്ഷൻ.
എല്ലാ കേസും നമ്മൾ x ലെസ് ദാൻ y യുടെ കേസ് ഇവിടെ ഇപ്പോൾ മെൻഷൻ ചെയ്തിരിക്കണം. അപ്പോൾ f of x f of y കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത്. ഡിക്രീസിങ് ഫംഗ്ഷൻ ആകുമ്പോൾ f of x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു f of y ആയിരിക്കും. ഇൻ ദാറ്റ് കേസ് സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണെങ്കിലോ f of x will be greater than equal to നെഗ്ലക്റ്റ് ചെയ്യും. f of x greater than f of y ആണ് when x is less than y. നെക്സ്റ്റ് നമുക്ക് ടാൻജന്റ് ആൻഡ് നോർമൽ ഒരു കർവിലേക്ക്, അതായത് ഇതേപോലെ ഡെറിവേറ്റീവ്സിന്റെ വേറൊരു ആപ്ലിക്കേഷൻ ആണ് നമ്മൾ ഇക്വേഷൻ ഓഫ് ടാൻജന്റ്, ഇക്വേഷൻ ഓഫ് നോർമൽ ഒരു പെർട്ടിക്കുലർ കർവിന്റെ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. സോ സപ്പോസ് y is equal to f of x ആണ് കർവ് കൺസിഡർ ചെയ്യാം. ആ ഒരു കർവിലേക്ക് ഒരു പെർട്ടിക്കുലർ പോയിന്റ് x0 y0, ഓക്കെ, ആ ഒരു പോയിന്റിലെ ഒരു ടാൻജന്റ്, അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് y minus y0 is equal to f dash of x0 into x minus x0. f dash of x0 എന്ന് പറഞ്ഞാൽ നമ്മൾ f of x, y is equal to f of x ആണ് കർവ്. അപ്പോൾ അതിൽ നിന്ന് f of x ന്റെ ഡെറിവേറ്റീവ് കണ്ടാൽ f dash of x കിട്ടും. അതിൽ x0 പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, then x minus x0, y minus y0, ഇതാണ് ഇക്വേഷൻ. സോ ഈ x0 y0 നമുക്ക് തന്നിട്ടുണ്ടാവും. അപ്പോൾ അതിവിടെ കറസ്പോണ്ടിങ് ടേംസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ f dash of x കാണണം, ആ x-നെ എന്നിട്ട് x0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് f dash of x0 കിട്ടും. ഓക്കെ, അതാണ് ഈ ഒരു ടേം. ദെൻ ഇൻറ്റു x മൈനസ് x0, ഈ x0 വാല്യൂ നമുക്കറിയാം, y0 വാല്യൂ അറിയാം, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇൻ ടേംസ് ഓഫ് x ആൻഡ് y നമുക്കൊരു ഇക്വേഷൻ കിട്ടും. അതാണ് ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ടു ദ കർവ്. ഇതേപോലെ തന്നെ ഇക്വേഷൻ ഓഫ് normal to the curve y is equal to f of x at the point x0 y0 എന്ന് പറയുന്നത് y minus y0 into f dash of x0 plus x minus x0 is equal to 0. y minus just compare ചെയ്ത് പഠിച്ചാൽ ഈസിയർ ആണ്. y minus y0 into f dash of x0 plus x minus x0 equal to 0. നെക്സ്റ്റ് നമ്മൾ approximations നോക്കാം. അതായത് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ വേരിയബിൾ അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയിൽ എന്തെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അത് കറസ്പോണ്ടിങ് ആയിട്ട് വേറെ ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അപ്രോക്സിമേഷൻസും ഇതേപോലെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെറിവേറ്റീവ്സ് അപ്ലൈ ചെയ്യാറുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് y is equal to f of x. ഓക്കെ, y എന്ന് പറയുന്നത് f of x ആയിട്ട് കൺസിഡർ ചെയ്യാം. ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് x എന്ന് പറയുന്ന വേരിയബിളിലെ സ്മോൾ ചേഞ്ച് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ x ഡെൽറ്റ എക്സ് ആയി, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് y എന്താവും, ഡെൽറ്റ y ആവും. അപ്പോൾ y ലെ സ്മോൾ ചേഞ്ച് ആണ് ഡെൽറ്റ y. ക്ലിയർ ആയല്ലോ? ഇത് x ഡെൽറ്റ എക്സ് ആവുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് y ഡെൽറ്റ y ആവുന്നു, അതാണ് മീനിങ്. ദെൻ ഡെൽറ്റ y is given by is equal to f of x plus delta x minus f of x. ക്ലിയർ ആയല്ലോ? ഡെൽറ്റ y, അതായത് yയിൽ വന്ന ഒരു സ്മോൾ ചേഞ്ച് ഡെൽറ്റ y is given by f of x plus delta x എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് f of x എന്ന് ഒറിജിനൽ 1, x plus delta x എന്ന് പറയുമ്പോൾ ആ ഡെൽറ്റ എക്സ് ആ ചേഞ്ച് വന്നു കഴിഞ്ഞപ്പോൾ ഉള്ളത്. സോ ആ ഒരു ഡിഫറൻസ് ആണ് ഡെൽറ്റ y. നെക്സ്റ്റ് ഇതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ടേംസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ആബ്സല്യൂട്ട് എറർ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ടേംസും അതിന്റെ കണ്ടുപിടിക്കാനുള്ള പാരാമീറ്റേഴ്സും മനസ്സിലാക്കി വെക്കാം. ആബ്സല്യൂട്ട് എറർ എന്ന് പറയുന്ന ടേം, എറർ ഡെൽറ്റ എക്സ്, ഇപ്പൊ എക്സിൽ വന്ന ഒരു ചേഞ്ച് ആണ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത്. ആ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞ എറർ തന്നെയാണ് ആബ്സല്യൂട്ട് എറർ ഇൻ എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് റിലേറ്റീവ് എറർ. റിലേറ്റീവ് എറർ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഡെൽറ്റ എക്സ് ബൈ എക്സ്. അതായത് ഇതാണ് ചേഞ്ച് ഇൻ വാല്യൂ അല്ലെ, ഡെൽറ്റ എക്സ്, അത് ഡിവൈഡ് ബൈ ഒറിജിനൽ വാല്യൂ എക്സ്. അപ്പൊ ആ ഒരു റേഷ്യോ ഡെൽറ്റ എക്സ് ബൈ എക്സ് ആണ് റിലേറ്റീവ് എറർ ഇൻ എക്സ്. നെക്സ്റ്റ് പെർസെൻറ്റേജ് എറർ. ഈ റിലേറ്റീവ് എററിനെ ജസ്റ്റ് മൾട്ടിപ്ലൈഡ് ബൈ 100, അപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് എറർ കിട്ടും, ഡെൽറ്റ എക്സ് ബൈ എക്സ് ഇൻറ്റു 100. നെക്സ്റ്റ് മാക്സിമ ആൻഡ് മിനിമം. ഇതിപ്പോൾ നെക്സ്റ്റ് ഇതേപോലെ നമുക്ക് ഡെറിവേറ്റീവ്സിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. നമുക്കിതിൽ മാക്സിമ ആൻഡ് മിനിമം വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് എഫ് ഓഫ് എക്സ് ഇസ് സെറ്റ് ടു ബി മാക്സിമ ഇൻ ഐ ഇഫ് there exists a point x0 which belongs to this particular I such that f of x0 is greater than f of x for x belongs to I. അതായത് മാക്സിമം വാല്യൂ എപ്പോഴാണ് f of x on the മാക്സിമ ആവുന്നത്, if f of x0 is greater than f of x. ഈ പറഞ്ഞ x0 എന്ന് പറയുന്നത് it also belongs to I. ഓക്കെ, ഇനി സപ്പോസ് മിനിമ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. മിനിമ കേസ്, അതായത് f of x എപ്പോഴാണ് മിനിമ ആവുന്നത്, ഈ ഒരു ഇന്റർവെൽ such that f of x0 is less than f of x. ഓക്കെ, ആ വാല്യൂ x0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒറിജിനൽ ഫംഗ്ഷനേക്കാളും ലെസ്സർ വാല്യൂ ആയിരിക്കും, അപ്പോഴാണ് f of x ഉണ്ട് മിനിമം ആവുന്നത്. ഇനി എക്സ്ട്രീം വാല്യൂ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ, അതായത് there exists a point x0 belongs to I such that f of x0 is either a maximum or minimum value. ക്ലിയർ ആയോ? f of x0 എന്ന് പറയുന്നത് ഒന്നെങ്കിൽ മാക്സിമം ആയിരിക്കും അല്ലെങ്കിൽ മിനിമം ആയിരിക്കും, അതിനാണ് എക്സ്ട്രീം വാല്യൂ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ആണ് ഇന്റഗ്രൽസ്.
അപ്പോൾ ഇതിൽ ബേസിക്കലി 2 ടൈപ്സ് ഉണ്ട്, അതായത് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽസും ഡെഫിനിറ്റ് ഇന്റഗ്രൽസും. ഇൻഡെഫിനിറ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു സ്പെസിഫിക് പെർട്ടിക്കുലർ ഇന്റർവെൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല, അതായത് ഇപ്പോൾ 0 to അങ്ങനത്തെ സ്പെസിഫിക് വാല്യൂസ് നമുക്ക് ആ ലിമിറ്റ്സ്, ഇന്റഗ്രൽ ലിമിറ്റ്സിൽ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് എന്നൊക്കെ പറയില്ലേ, അതൊന്നും മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല, ജസ്റ്റ് ജനറൽ ഇന്റഗ്രൽ അങ്ങനെ ഉണ്ടാവുള്ളൂ. ഇനി ഡെഫിനിറ്റ് ഇന്റഗ്രൽസ് ആകുമ്പോൾ നമ്മൾ ആ സ്പെസിഫിക് വാല്യൂസ് അല്ലെങ്കിൽ ലിമിറ്റ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതാണ് ഏറ്റവും ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ്, ഇതാണ് ജനറൽ എക്സ്പ്രഷൻ. ഇറ്റ് ഇസ് ഗിവൺ ബൈ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് പ്ലസ് സി, ഒരു ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് കൂടി ഉണ്ട്. ഇനി ജസ്റ്റ് ബേസിക് കുറച്ച് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻസിന്റെ ഇന്റഗ്രൽസ്, ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽസ് നോക്കാം. ഇന്റഗ്രൽ ഓഫ് എ കോൺസ്റ്റന്റ്, ഓക്കെ, ലെറ്റ് ഇറ്റ് ബി 1 ഓർ എനി അതർ കോൺസ്റ്റന്റ് k. ഇപ്പോൾ ഏതാണെങ്കിലും, ഇപ്പോൾ സപ്പോസ് ഇവിടെ ഇപ്പോൾ 1 ആണെങ്കിൽ ജസ്റ്റ് എക്സ് പ്ലസ് സി വന്നു. സപ്പോസ് ഇന്റഗ്രൽ 2 ആണെങ്കിൽ, ഓക്കെ, അപ്പോൾ നമുക്ക് 2x പ്ലസ് സി ആണ് വരിക. അപ്പോൾ ജസ്റ്റ് ഇന്റഗ്രൽ എ ആണോ കെ ആണോ വാട്ട് എവർ ഇറ്റ് ഇസ്, ഇന്റഗ്രൽ കെ ഡി എക്സ് എന്ന് പറയുന്നത് എന്താ, കെ ഇൻറ്റു എക്സ് പ്ലസ് സി. ഓക്കെ, അപ്പോൾ പഠിക്കുമ്പോൾ അതും കൂടി അറിഞ്ഞിരിക്കാം. നെക്സ്റ്റ്, അപ്പോൾ ഇതേപോലെ തന്നെ അത് ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്, ഇന്റഗ്രൽ എ ഡി എക്സ് എന്ന് പറയുന്നത് എ എക്സ് പ്ലസ് സി ആണ്. നെക്സ്റ്റ്, ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്ന് പറയുന്നത് എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 പ്ലസ് സി. ഇന്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് എന്താ, മൈനസ് കോസ് എക്സ് പ്ലസ് സി. ഈ പ്ലസ് സി എന്ന് പറഞ്ഞ ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ്, അത് ചില കേസസിൽ ഉണ്ടാവില്ല, ചിലതിൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു റെഫറൻസ് പോലെ അത് എപ്പോഴും ആഡ് ചെയ്ത് വെക്കും. ദെൻ ഇന്റഗ്രൽ കോസ് എക്സ് ഡി എക്സ് സൈൻ എക്സ് പ്ലസ് സി. സീക് സ്ക്വയർ എക്സിന്റെ ടാൻ എക്സ് ആണ്. കൊസീക് സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രൽ മൈനസ് കോട്ട് എക്സ്. സീക് എക്സ് ടാൻ എക്സിന്റെ ഇന്റഗ്രൽ സീക് എക്സ്. ഇന്റഗ്രൽ കൊസീക് എക്സ് കോട്ട് എക്സ് പറയുന്നത് മൈനസ് കൊസീക് എക്സ്. ഇന്റഗ്രൽ 1 ബൈ എക്സ് ഡി എക്സ് പറയുന്നത് നാച്ചുറൽ ലോഗ് ഓഫ് എക്സ് ആണ്. നെക്സ്റ്റ്, ഇന്റഗ്രൽ ഓഫ് 1 by root of 1 minus x square dx is given by, രണ്ട് രീതിയിലുണ്ട്, ഒന്ന് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി അല്ലെങ്കിൽ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. ഇന്റഗ്രൽ 1 by 1 plus x square dxന്റെ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി ഓർ മൈനസ് കോട്ട് ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. സിമിലർലി ഇന്റഗ്രൽ 1 by x into root of x square minus 1 into sec inverse x plus c or minus cosec inverse x plus c. നെക്സ്റ്റ്, ഇന്റഗ്രൽ ഓഫ് ഇ റേസ് ടു എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് തന്നെയാണ് പ്ലസ് സി. ദെൻ ഇന്റഗ്രൽ ഓഫ് എ റേസ് ടു എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എ റേസ് ടു എക്സ് ബൈ നാച്ചുറൽ ലോഗ് ഓഫ് എ പ്ലസ് സി, വേർ എ എന്ന് പറയുന്നത് എന്താ, ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 0, ഓൾസോ നോട്ട് ഈക്വൽ ടു 1. നെക്സ്റ്റ്, മെത്തേഡ്സ് ഓഫ് ഇന്റഗ്രേഷൻ. മെത്തേഡ്സ് ഓഫ് ഇന്റഗ്രേഷൻ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ, ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. സോ ഇവിടെ ആ പേരിൽ തന്നെ ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ, ലെറ്റ് ഐ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ, നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ഫംഗ്ഷൻ ആണ് ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ്. അതിൽ നമ്മൾ എക്സിന് ഫൈവ് ഓഫ് സെഡ് കൊടുക്കണം. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ആണ്, ശ്രദ്ധിക്കുക. എക്സ് ഈക്വൽ ടു ഫൈവ് ഓഫ് സെഡ് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഡി എക്സ് ഉണ്ടാവും, അതായത് എൽ എച്ച് എസിലും ആർ എച്ച് എസിലും ഡെറിവേറ്റീവ് എടുത്താൽ ഡി എക്സ് ഈക്വൽ ടു ഫൈവ് ഡാഷ് ഓഫ് സെഡ് ആവും, അല്ലെ. ഫൈവ് ഡാഷ് ഓഫ് സെഡ് ഇൻറ്റു ഡി സെഡ് ആവും, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈവ് ഡാഷ് ഓഫ് സെഡ് ഇൻറ്റു ഡി സെഡ് ആണ്. ആൻഡ് ഇന്റഗ്രൽ ട്രാൻസ്ഫോം ടു, അങ്ങനെയാണെങ്കിൽ ആദ്യം എഴുതി ഇന്റഗ്രൽ ഇപ്പം സബ്സ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞാൽ എന്താ, എങ്ങനെ ട്രാൻസ്ഫോർമേഷൻ വരിക, ഇന്റഗ്രൽ എഫ് ഓഫ് എക്സിന് പകരം ഫൈവ് ഓഫ് സെഡ്, ഇനി ഇൻറ്റു ഡി എക്സിന് പകരം എന്താ, ഫൈവ് ഡാഷ് ഓഫ് സെഡ് ഇൻറ്റു ഡി സെഡ്. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഇതിൽ ചില ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ഇന്റഗ്രൽസിൽ ഇന്റഗ്രൽ എഫ് ഓഫ് എ എക്സ് പ്ലസ് ബി ഡി എക്സ്, ഈ ഒരു കേസിൽ നമ്മൾ എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്, ആ എ എക്സ് പ്ലസ് ബിക്ക് വേറൊരു വേരിയബിൾ കൊടുക്കാം. ഓക്കെ, സെഡോ ടിയോ എന്ത് വേണമെങ്കിൽ കൊടുക്കാം. എ എക്സ് പ്ലസ് ബി ഈക്വൽ ടു ടി കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ അപ്പം അതിന്റെ ഡെറിവേറ്റീവ് കാണണം, പിന്നെ ഡി എക്സിനെ റീപ്ലേസ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ്, ഇന്റഗ്രൽ എഫ് ഓഫ് ഫൈവ് ഓഫ് എക്സ് ഇൻറ്റു ഫൈവ് ഡാഷ് ഓഫ് എക്സ് ഡി എക്സ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഫൈവ് ഓഫ് എക്സിന് ടി കൊടുക്കാം. ക്ലിയർ ആയല്ലോ, ഫൈവ് ഓഫ് എക്സിന് ടി കൊടുക്കാം. അപ്പൊ നമുക്ക് ഈ ഫൈവ് ഡാഷ് ഓഫ് എക്സും ഡി എക്സ് എന്ന് പറയുന്നത് എന്താവും, ഡി ടി ആയിട്ട് കിട്ടും. ഓക്കെ, നെക്സ്റ്റ്, ഇന്റഗ്രൽ എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് ഡി എക്സിൽ എഫ് ഓഫ് എക്സിന് ടി കൊടുക്കാം. ഓക്കെ, ഇന്റഗ്രൽ എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു, ആ ഒരു കേസിൽ എഫ് ഓഫ് എക്സിന് നമ്മൾ ടി കൊടുക്കാം. ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് റേസ് ടു എൻ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് ഡി എക്സ്, എഫ് ഓഫ് എക്സ് ഹോൾ റേസ് ടു എൻ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് ഡി എക്സ് വന്നു കഴിഞ്ഞാൽ അവിടെ എഫ് ഓഫ് എക്സിന് ടി കൊടുക്കുക. നമുക്ക് പ്രോബ്ലംസ് കുറെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ അത് ക്ലിയർ ആവും എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടതെന്നുള്ളത്. ഈ ജനറൽ ഫോംസ് എന്തായാലും അറിഞ്ഞിരിക്കാം. ഇനി സം ഇമ്പോർട്ടൻറ്റ് ഇന്റഗ്രൽസ് ഇൻവോൾവിംഗ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് താഴെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ഇന്റഗ്രൽ ടാൻ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ലോഗ് സീക് എക്സ് പ്ലസ് സി ആണ്. നെക്സ്റ്റ് വൺ, ഇന്റഗ്രൽ കോട്ട് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ലോഗ് സൈൻ എക്സ് പ്ലസ് സി ആണ്. ഇന്റഗ്രൽ സീക് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ലോഗ് ഓഫ് സീക് എക്സ് പ്ലസ് ടാൻ എക്സ് plus c. Integral cosec x dx is log of cosec x minus cot x plus c, which is also same as log of
tan x by 2 plus c. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പ്രോബ്ലംസിൽ അപ്ലൈ ചെയ്യേണ്ടത് അതനുസരിച്ചിട്ട് ഈ ഫോർമുല എല്ലാം അപ്ലൈ ചെയ്യാം. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് സം പെർട്ടിക്കുലർ ഫംഗ്ഷൻസിന്റെ ഇന്റഗ്രൽസ് നോക്കാം. ഇന്റഗ്രൽ ഓഫ് dx by root of a square minus x square sin inverse x by a plus c. Integral dx by root of x square minus a square. ഇത് നേരത്തെ a square minus x square ആണ്, ഇത് ജസ്റ്റ് റിവേഴ്സ് x square minus a square. It is given by ln of. അപ്പോൾ ശ്രദ്ധിക്കണം ഈ സൈൻ ചേഞ്ച്. ഓക്കെ, ln natural log of x plus root of x square minus a square. Integral dx by root of x square plus a square ആണെങ്കിൽ ln of x plus root of x square plus a square. Integral 1 by a square plus x square dx എന്താ 1 by a tan inverse x by a. Integral 1 by a square minus x square dx എന്ന് പറയുന്നത് 1 by 2a natural log of a plus x by a minus x. Integral 1 by റൂട്ടില് 1 by x square minus a square dx എന്ന് പറയുന്നത് 1 by 2a natural log of x minus a by x plus a. Integral root of a square minus x square into dx എന്ന് പറയുന്നത് x by 2 into root of a square minus x square plus a square by 2 sin inverse x by a. Integral root of ഇനിയിപ്പോൾ ഈ മൈനസ് എന്നുള്ളത് ഇവിടെ പ്ലസ് x square dx എന്ന് പറയുന്നത് again x by 2 root of മൈനസ് എന്നുള്ളത് ഇവിടെ പ്ലസ് ആവും x square plus a square plus a square by 2 ഇവിടെ സൈൻ ഇൻവേഴ്സ് ആയി ഇവിടെ എന്ത് വരും ln of. നേരത്തെ നമ്മൾ നോക്കിയില്ലേ, ഓക്കെ, ഈ ടേംസ് ഇത് കമ്പയർ ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ ആഡ് ചെയ്യുന്ന ടേം അതനുസരിച്ച് മാറും. പ്ലസ് a square by 2 ln of x plus root of x square plus a square. Similarly, integral root of x square minus a square dx എന്താ x by 2 root of x square minus a square plus a square by 2 ln of x plus root of x square minus a square. ഇനി ഈ പറയാൻ പോകുന്ന രണ്ട് ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്റഗ്രൽ e raised to ax sin bx dx. ഇത് എപ്പോഴും കോമൺ ആയിട്ട് വരുന്ന ഒരു ഫോമാണ്. ഈ ഒരു ഫോമുല എക്സ്പോണൻഷ്യൽ ടേം ഒരു ട്രിഗ്നോമെട്രിക് ടേം, അത് സൈൻ ഓഫ് കോസ് ഓഫ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരെണ്ണം പഠിക്കുക, അതർ വൺ കമ്പയർ ചെയ്ത് പഠിക്കാം. e raised to ax by a square plus b square. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് e raised to ax sin bx ആണ് കേട്ടോ. e raised to ax by a square plus b square into a sin bx minus b cos bx plus c. Okay, next one e raised to x cos bx dx ൻ്റെയാണ്. again ഈ സെയിം ടേം തന്നെ വരും കോഎഫിഷ്യന്റ് ആയിട്ട്, അതായത് e raised to x by a square plus b square into ഇവിടെ a cos bx plus b sin bx ആണ്. മൈനസ് ഉള്ള പ്ലസ് ആവും, അത് മാത്രമല്ല സൈനിന് പകരം കോസ് ആണ്. അപ്പോൾ a cos bx plus b sin bx plus c. നെക്സ്റ്റ് ഇന്റഗ്രേഷൻ, നെക്സ്റ്റ് ടൈപ്പ് ആണ്. നമ്മൾ നേരത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ് പറഞ്ഞത്, ഇനി ഇന്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ. അപ്പോൾ ഇതിൽ ഇതേപോലെ നമുക്ക് റാഷണൽ ഫംഗ്ഷൻസ് ഏതൊക്കെ ഫോമിൽ വരുന്നുണ്ട് അതനുസരിച്ച് പാർഷ്യൽ ഫ്രാക്ഷൻ ഏത് ഫോമിൽ കൺസിഡർ ചെയ്യണം അതാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ px plus q by x minus a into x minus b. ഓക്കെ, വേർ a is not equal to b, രണ്ടും ഡിഫറെൻറ്റ് ടേംസ് ആണ്. px plus q by x minus a into x minus b. ഈ ഒരു ഫോമിലാണ് നമുക്ക് റാഷണൽ ഫംഗ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് വഴി നമ്മൾ അതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം, a by x minus a plus b by x minus b. സോ ഈ ഒരു ഫംഗ്ഷന്റെ ഇന്റഗ്രൽ കണ്ടുപിടിക്കാൻ ഇന്റഗ്രൽ ഓഫ് a by x minus a plus b by x minus b ചെയ്താണ് അല്ലെ. അപ്പൊ ഞാൻ പറഞ്ഞ നേരത്തെ ഫംഗ്ഷൻസിന്റെ സമ്മോ ഡിഫറൻസോ വന്നു കഴിഞ്ഞാൽ ആ ഇന്റഗ്രൽ ഇതേപോലെ ഡെറിവേറ്റീവ് ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. നെക്സ്റ്റ് വൺ px plus q by x minus a whole square. ഫസ്റ്റ് കേസിൽ നമ്മൾ a not equal to b പറഞ്ഞു, രണ്ടും രണ്ട് ഫാക്ടേഴ്സ് ആണ്, ടേംസ് ആണ്. ഇപ്പോൾ റിപ്പീറ്റഡ് ആയി വന്നാലോ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ വന്നാലോ, അപ്പോൾ നമ്മൾ a by x minus a plus b by x minus a whole square. സപ്പോസ് ഇവിടെ x minus a whole cube ആയിരുന്നെങ്കിലോ എഗെയിൻ ഒരു ടേം വരും പ്ലസ് c by x minus a whole cube. ഓക്കെ, അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ കൊടുക്കാൻ. നെക്സ്റ്റ് px square plus qx plus r divided by x minus a into x minus b into x minus c. ഈ ഒരു ഫോം വന്നാൽ ദാറ്റ് മീൻസ് ഇവിടെ നമുക്കറിയാം ന്യൂമറേറ്റർ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോമിലാണ് അല്ലെ, ഡിനോമിനേറ്റർ കറക്റ്റ് ആ ഫാക്ടേഴ്സ് ഫോംസിൽ പ്രോഡക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ a by x minus a plus b by x minus b plus c by x minus c. എഗെയിൻ ഇതേപോലത്തെ വേറൊരു കേസാണ്, ഇവിടെ ഒരു ടേം റിപ്പീറ്റഡ് വന്നാൽ px square plus qx plus r ന്യൂമറേറ്റർ സെയിം ഡിവൈഡഡ് ബൈ x minus a whole square into x minus b വന്നാൽ നേരത്തെ പറഞ്ഞ പോലെ റിപ്പീറ്റഡ് ടേം വന്നാൽ രണ്ട് ടേംസ് എടുക്കണം. ഓക്കെ, അപ്പോൾ a by x minus a plus b by x minus a whole square, ഇനി പ്ലസ് ആ ലാസ്റ്റ് x minus b യുടെ c by x minus b, അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വൺ px square plus qx plus r divided by x minus a into x square plus bx plus c.
അതായത് ഈ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സിയുടെ പ്രത്യേകത ഇറ്റ് കനോട്ട് ബി ഫാക്ടറൈസ്ഡ് ഫർദർ. ഫാക്ടറൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു ടേം ആണ്. ക്ലിയർ ആയി? അതാണ് ശ്രദ്ധിക്കേണ്ടത്. ആ ഒരു കേസിൽ എ ബൈ എക്സ് മൈനസ് എ, എക്സ് മൈനസ് എയുടെ കറസ്പോണ്ടിങ് ടേം എടുക്കുക, എ ബൈ എക്സ് മൈനസ് എ പ്ലസ് അടുത്തത് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റാത്ത ടേമിന്റെ നമ്മൾ എങ്ങനെയാണ് ന്യൂമറേറ്റർ എടുക്കേണ്ടത്? ബി എക്സ് പ്ലസ് സി. മനസ്സിലായോ? അതായത് ഒരു കോഎഫിഷ്യന്റ് എക്സ് പ്ലസ് ഒരു കോൺസ്റ്റന്റ് ബി എക്സ് പ്ലസ് സി ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. നെക്സ്റ്റ് ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. നെക്സ്റ്റ് ടൈപ്പ് ആണ് ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു മെത്തേഡ് ആണ്. അതായത് നമുക്കിപ്പോൾ സപ്പോസ് ഇന്റഗ്രൽ ഓഫ് പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് അപ്ലൈ ചെയ്യേണ്ട ഒരു റൂളാണ്. ഐലേറ്റ് റൂൾ പ്രകാരമാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്, അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ സപ്പോസ് എഫ് ഓഫ് എക്സ് വന്നത് ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുക, ജി ഓഫ് എക്സ് സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുക. ഓക്കെ, ഫസ്റ്റ് ഫംഗ്ഷൻ അതായത് ഐലേറ്റ് റൂളിന്റെ ബേസിസിലാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അത് ഞാൻ പറഞ്ഞുതരാം. സോ ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ഡി എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് ഫസ്റ്റ് ഫംഗ്ഷൻ, അതായത് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ജി ഓഫ് എക്സ് ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ജി ഓഫ് എക്സ് ഡി എക്സ്. ഈ ഇന്റഗ്രൽ ജി ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ശരിക്കും രണ്ട് ടേംസിലും റിപ്പീറ്റഡ് ആയി വരുന്നുണ്ട്. ക്ലിയർ ആയി? പക്ഷെ സെക്കൻഡ് ടേമിൽ ശ്രദ്ധിക്കേണ്ടത് ഇന്റഗ്രലിന്റെ ഉള്ളിലാണ് ഇത് വന്നിട്ടുള്ളത് അല്ലെ. ഇവിടെ ഒരു ഇന്റഗ്രൽ ഉണ്ട്, അതിന്റെ ഉള്ളിലാണ് ആ ഒരു ഇന്റഗ്രൽ വന്നിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? സോ ഈ ഐലേറ്റ് റൂൾ പ്രകാരമാണ് ഫസ്റ്റ് ഫംഗ്ഷൻ ഏതെടുക്കേണ്ടത് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. സപ്പോസ് ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ ടു എക്സ് ഉണ്ട് വിചാരിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഏത് ഫംഗ്ഷനാണ് നമ്മൾ എഫ് ഓഫ് എക്സ് ആയിട്ട് എടുക്കുക, ഏതാണ് ജി ഓഫ് എക്സ് ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഏതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുക, ഏതാണ് സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുക, അതിനാണ് ഐലേറ്റ് റൂൾ അപ്ലൈ ചെയ്യുക. അപ്പൊ ഐ എന്ന് പറയുന്നത് ഇതേപോലെ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ, എൽ എന്ന് പറയുന്നത് ലോഗ് ആണ്, എ ആൾജിബ്രിക്, ടി ട്രിഗ്നോമെട്രിക്, ഇ എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ. അപ്പൊ ക്ലിയർ ആയില്ല? ഓക്കെ, സോ ഇപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ ഇ റേസ് ടു എക്സ് എന്നത് എക്സ്പോണൻഷ്യൽ ആണ്, സൈൻ ടു എക്സ് എന്നത് ട്രിഗ്നോമെട്രിക് ആണ്. ആൾജിബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്, എക്സ് സ്ക്വയർ അങ്ങനത്തെ ടേംസ് ഒക്കെ വരില്ലേ അത്. സോ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഏതായിട്ട് എടുക്കണം? ട്രിഗ്നോമെട്രിക്. കാരണം ഐലേറ്റിൽ ടി ആണ് ആദ്യം വരുന്നത് ആൻഡ് ഇ ഈസ് ലാസ്റ്റ്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എക്സ്പോണൻഷ്യൽ ടേംസ് വന്നാൽ അത് എപ്പോഴും ലാസ്റ്റ്, അതായത് സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യും. ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ ഒരു റൂളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഏതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ ചൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ഫോർമുല യൂസ് ചെയ്യുക. നെക്സ്റ്റ് ഡെഫിനിറ്റ് ഇന്റഗ്രൽസ് പറഞ്ഞ പോലെ ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. സോ ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഗിവൺ ബൈ ക്യാപിറ്റൽ എഫ് ഓഫ് ബി. അതായത് നമ്മളിപ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂല് അതിൽ നമ്മൾ ആ വേരിയബിളിന് അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അതാണ് എഫ് ഓഫ് ബി മൈനസ് ലോവർ ലിമിറ്റ്. നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ആണ്. ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് ടി ഡി ടി ആണ്. അതായത് എക്സിന് കറസ്പോണ്ടിങ് ടി ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ എക്സ് ടു ടിയും ഡി എക്സ് ടു ഡി ടിയും അങ്ങനെ. നെക്സ്റ്റ് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് മൈനസ് ഓഫ് ഇന്റഗ്രൽ ബി ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ്. നമ്മൾ ഈ ലിമിറ്റ്സ് ഇന്റർചേഞ്ച് ചെയ്തു. എ ടു ബി എന്നുള്ളത് ബി ടു എ ആക്കി. അപ്പോൾ നെഗറ്റീവ് സൈൻ കൺസിഡർ ചെയ്യണം. ഇന്റഗ്രൽ എ ടു ബി ഡി എക്സ് എന്ന് പറയുന്നത് എന്താ? ഇന്റഗ്രൽ എ ടു സി, ഇവിടെ എഫ് ഓഫ് എക്സ് ഉണ്ട്, ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ഈ എയുടെ ബിയുടെ ഇടയിലുള്ള ഒരു വാല്യൂ സി ആ ടേംസിൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അതായത് ഇന്റഗ്രൽ എ ടു സി എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ സി ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. Next, integral a to b f of x dx equal to integral a to b f of a plus b minus x dx. Integral 0 to a f of x dx is integral 0 to a f of a minus x dx. Integral 0 to 2a f of x dx is integral 0 to a f of x dx plus integral 0 to a f of 2a minus x dx. Integral minus a to a f of x dx is twice integral 0 to a f of x dx if f is an even function. So ഇവിടെ ശ്രദ്ധിക്കേണ്ടത് minus a to a ആണ് ലിമിറ്റ് എങ്കിൽ twice 0 to a എന്ന് നമുക്ക് എഴുതാം. പക്ഷെ f ഒരു ഈവൺ ഫംഗ്ഷൻ ആയിരിക്കണം. ഓക്കെ, ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് ഈവൺ ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റുക? when f of minus x എന്ന് പറയുന്നത് f of x തന്നെ ആവുമ്പോഴാണ് നമുക്കത് ഈവൺ ഫംഗ്ഷൻ പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാം. നമ്മൾ എക്സിന് മൈനസ് എക്സ് കൊടുത്തു നോക്കുക. അതായത് ഇപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ് അല്ലേ?
അപ്പോൾ അതിൽ എഫ് ഓഫ് മൈനസ് എക്സ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? എക്സിന് പകരം മൈനസ് എക്സ് കൊടുക്കാം. അപ്പോൾ എക്സ് സ്ക്വയറിന് പകരം മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ആണ്, വിച്ച് ഇസ് എക്സ് സ്ക്വയർ അല്ലേ? അപ്പോൾ അതെന്ന് പറയുന്നത് നമുക്ക് എഫ് ഓഫ് എക്സ് തന്നെയല്ലേ? സോ നമുക്ക് എഫ് ഓഫ് മൈനസ് എക്സ് എഫ് ഓഫ് എക്സും സെയിം ആയിട്ട് കിട്ടി. അതുകൊണ്ടാണ് അതിന് ഈവൺ ഫംഗ്ഷൻ പറയുന്നത്. അപ്പോൾ നേരെ തിരിച്ച് മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് കിട്ടി കഴിഞ്ഞാൽ എന്താവും? അതിനെയാണ് ഓഡ് ഫംഗ്ഷൻ എന്ന് പറയാം. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, സോ ഈവൺ ഫംഗ്ഷൻ ആണെങ്കിൽ ട്വൈസ് ഇന്റഗ്രൽ 0 to f of x dx എഴുതാം. അതേസമയം ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ 0 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. കാരണം ആ വാല്യൂ നമ്മൾ ചെയ്ത് നോക്കിയാലും നമുക്ക് 0 ആണ് ആൻസർ കിട്ടുക. അപ്പോൾ നമുക്ക് ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അത് ഈവൺ ഓഡെന്ന് ഇതേപോലെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈസി ആണെങ്കിൽ നമുക്ക് ആ വാല്യൂ തന്നെ ഇവിടുന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് ആണ്. അപ്പോൾ ഇന്റഗ്രൽസ് ബേസിക്കലി നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കർവ്സിലുള്ള ഏരിയാസ് കാണാം അല്ലെ? ഏരിയ അണ്ടർ സിമ്പിൾ കർവ്സ് കാണാൻ, രണ്ട് കർവ്സിന്റെ ഇടയിലുള്ള ഏരിയാസ് കാണാം. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്റഗ്രൽസ് അപ്ലൈ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഫിഗർ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ കർവ് ഇതേപോലെ ബൗണ്ട് ചെയ്യുന്ന ഒരു ഏരിയ അണ്ടർ ദ കർവ്, ഇപ്പോൾ ഷെയ്ഡഡ് പോർഷൻ കാണിച്ചിട്ടില്ലേ, അത് നമ്മൾ ലിമിറ്റ് ഉണ്ട് x = a മുതൽ x = b വരെ ആ ഒരു റീജിയൻ ആണ്, ഈ ഷെയ്ഡഡ് പോർഷൻ ആണ്. അപ്പോൾ അതിന്റെ ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ a to b. x ആണ്, xന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ലോവർ ലിമിറ്റ് a യും അപ്പർ ലിമിറ്റ് b ആണ്. സോ ഇന്റഗ്രൽ a to b f of x dx. ക്ലിയർ ആയോ? നെക്സ്റ്റ് ഏരിയ ബിറ്റ്വീൻ ടു കർവ്സ്. അപ്പോൾ അത് രണ്ട് ടൈപ്സ് ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഫിഗർ നോക്കിയാൽ തന്നെ അറിയാം. അപ്പോൾ ഫിഗറിൽ ഇതേപോലെ രണ്ട് കർവ്സ് ആണ്. ഒന്ന് y = g of x, അതാണ് താഴത്തെ. ഇനി ടോപ്പിലുള്ളത് y = f of x ആണ്. സോ ഏരിയ ബിറ്റ്വീൻ ദീസ് ടു കർവ്സ് ഷെയ്ഡഡ് പോർഷൻ എന്ന് പറയുന്നത് a = ഇന്റഗ്രൽ a to b, അതായത് ഇവിടെ a b അതാണ് xന്റെ ലിമിറ്റ്. ഇന്റഗ്രൽ a to b f of x - g of x dx. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. f of x - g of x dx. ഓക്കെ, ആ അപ്പർ കർവ് മൈനസ് ലോവർ കർവ് ആണ്. നെക്സ്റ്റ് ഫിഗറിൽ, അതായത് ഈ ഒരു കേസിൽ ഫസ്റ്റ് കേസിൽ എഫ് ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കൺസിഡർ ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? എഫ് ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ്. സോ ആ ഡിഫറൻസ് ഉണ്ട് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ്. ഇനി നെക്സ്റ്റ് കർവ് നിങ്ങൾ നോക്കിയാൽ അറിയാം ആ രണ്ടിന്റെയും ഡിഫറൻസ്. അതായത് ഇവിടെ ഇപ്പോൾ എഫ് ഓഫ് വൈയും ജി ഓഫ് വൈയും തന്നിട്ടുണ്ട് അല്ലെ? എഫ് ഓഫ് വൈയും ജി ഓഫ് വൈയും തന്നിട്ട്, അങ്ങനെയാണെങ്കിൽ ഏരിയ ബിറ്റ്വീൻ ദീസ് ടു കർവ്സ് എന്ന് പറയുന്നത് എന്താ? ഇന്റഗ്രൽ സി ടു ഡി. സി എന്ന് പറയുന്നത് ഈ ഒരു വാല്യൂ ആൻഡ് ഡി എന്ന് പറയുന്നത് ഈ ഒരു വാല്യൂ. ഓക്കെ, ഇന്റഗ്രൽ സി ടു ഡി. ഇനി ഏതാണ് ഏറ്റവും അതായത് ബിഗർ വൺ എന്ന് പറയുന്നത് എഫ് ഓഫ് വൈ ആണ് ഫംഗ്ഷൻ അല്ലെ? ഗ്രേറ്റർ ഫംഗ്ഷൻ എഫ് ഓഫ് വൈ ആണ് ആൻഡ് ജി ഓഫ് വൈ ആണ് സ്മോളർ ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ ആ ഡിഫറൻസ് അതനുസരിച്ച് എടുക്കണം. എഫ് ഓഫ് വൈ മൈനസ് ജി ഓഫ് വൈ ഡി വൈ. ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ രണ്ട് ഫിഗേഴ്സ് മനസ്സിലാക്കുക, എന്താണ് ഡിഫറൻസ് മനസ്സിലാക്കുക. ഇവിടെ ഇപ്പൊ നമ്മളിവിടെ എക്സിന്റെ a to b ലിമിറ്റ് ആണ്, y എന്ന് പറയുന്നത് വേരി ചെയ്യുന്നു. ഓക്കെ, ഇതിന്റെ നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ് കേസ് ആണ് ഇവിടെ. സോ ഇവിടെ c to d ആണ് വേരിയേഷൻ ആൻഡ് നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് y ആണ്. ഓക്കെ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ലിമിറ്റ് വരുന്നത് y ആണ്. ഫസ്റ്റ് കേസിൽ ലിമിറ്റ് എന്ന് പറയുന്നത് എക്സിന്റെ ടേംസിലാണ്, സെക്കൻഡ് കേസിൽ ലിമിറ്റ് വരുന്നത് വൈയുടെ ടേംസിലാണ്. ഓക്കെ, നെക്സ്റ്റ് ഇതേപോലെ ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസിൽ ഒരു ഡിഫറെന്റ് റീജിയൻസിലെ ഏറ്റവും 3 ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഷെയ്ഡഡ് പോർഷൻസ് എല്ലാ ഫിഗേഴ്സിലും കൺസിഡർ ചെയ്യും. അപ്പോൾ അതിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. ഫസ്റ്റ് കേസിൽ ഇതേപോലെ രണ്ട് പോർഷൻസ് ആണ് അല്ലെ? അപ്പോൾ രണ്ടും സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് ഇതുപോലെ ആഡ് ചെയ്യണം. സോ ഇവിടെ എക്സിന്റെ ലിമിറ്റ്സ് തന്നിട്ട് ബി സി, ഇവിടെ എ അല്ലെ? സോ എ ഇസ് ഗിവൺ ബൈ ആ ഷെയ്ഡഡ് പോർഷൻസ് നമ്മൾ ഇതേപോലെ ഏരിയ ആഡ് ചെയ്യണം. ഇന്റഗ്രൽ a to c, അതായത് മോഡുലസ് വാല്യൂ എടുത്തിട്ടുണ്ട്. ഓക്കെ, കാരണം നമുക്കിപ്പോൾ ഇവിടെ ഈ x = c എന്നുള്ള വാല്യൂ ബിലോ 0 ആക്സസ് ആണ്. സോ ഇന്റഗ്രൽ a to c f of x dx. a to c ആണ് ലിമിറ്റ് വരുന്നത് അല്ലെ? f of x dx പ്ലസ് ഇനി നെക്സ്റ്റ് ലിമിറ്റ് എന്താ? c to b. ക്ലിയർ ആയല്ലോ? c to b. സോ ഇന്റഗ്രൽ c to b f of x dx. ഇത് രണ്ടും സെപ്പറേറ്റ് ആയി ഇന്റഗ്രേറ്റ് ചെയ്ത് ആഡ് ചെയ്യാം. എന്നാൽ ലിമിറ്റ്സ് ഡിഫറെന്റ് ആണ്. നെക്സ്റ്റ് ഏരിയ ഓഫ് ദിസ് ഷെയ്ഡഡ് പോർഷൻ എന്ന് പറയുന്നത് a is equal to ഇന്റഗ്രൽ a to b f of x മൈനസ് g of x dx. ഇത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഏറ്റവും ഗ്രേറ്റർ ഫംഗ്ഷൻ അത് മുകളിൽ y = f of x ആണ്, താഴെ y = g of x ആണ്. സോ ഇന്റഗ്രൽ a to b. അപ്പോൾ ഇൻ ടേംസ് ഓഫ് x ആണ്, y is equal to f of x ഉം y equal to g of x ആണ്. സോ എക്സിന്റെ ലിമിറ്റ്സ് ആണ് വരെ ശ്രദ്ധിക്കുക. പിന്നെ ഗ്രേറ്റർ ഫംഗ്ഷൻ ആദ്യം എഴുതുക മൈനസ് സെക്കൻഡ് അതുപോലെ f of x മൈനസ് g of x dx. നെക്സ്റ്റ് കേസിൽ ഇതേപോലെ ഇങ്ങനെ ഒരു പോർഷൻ വന്നു കഴിഞ്ഞാൽ ഇവിടെയും അഗെയിൻ ലിമിറ്റ് സ്പ്ലിറ്റിംഗ് വരുന്നുണ്ട്. x = a
x equal to c, x equal to b അല്ലേ? അപ്പോൾ y is equal to g of x. ഇവിടെ ഇതിന്റെ നേരെ തിരിച്ച്, അതായത് y equal to g of x ഉം y equal to f of x ഉം രണ്ട്, അതായത് ഡിഫറെന്റ് റീജിയൻസ് ആണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്, അത്രേ ഉള്ളൂ. എഗെയിൻ നമ്മൾ ഇവിടെ ആഡ് ചെയ്യണം എന്നേ ഉള്ളൂ. ദാറ്റ് ഈസ് ഇന്റഗ്രൽ a to c. അപ്പോൾ ഇവിടെ ലിമിറ്റ് നോക്കിയാൽ അറിയാം a മുതൽ c വരെ അല്ലെ? a മുതൽ c വരെ ഫംഗ്ഷൻ എന്താണ് നമുക്കറിയാം, y is equal to f of x ആണ്. ഫിഗർ കണ്ട് കൺഫ്യൂസ്ഡ് ആവരുത്. ഈ ഒരു പോർഷൻ തന്നിട്ടില്ലേ, ഇത് y is equal to f of x ആണ് അല്ലെ? അപ്പൊ ആ ഒരു കർവിന്റെ x equal to a മുതൽ c വരെ, അതാണ് ഫസ്റ്റ് ടേം. ഇന്റഗ്രൽ a to c f of x dx പ്ലസ് നെക്സ്റ്റ് വൺ എന്താ വരിക, c to b. അത് ഏതാണ് കർവ് എന്ന് പറയുന്നത്, ദിസ് വൺ y is equal to g of x, അതായത് ഇന്റഗ്രൽ c to b g of x dx. നെക്സ്റ്റ് ടോപ്പിക് ആണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. A differential equation is an equation of the form x y dy by dx d square y by dx square etc. d raised to n y by dx raised to n equal to 0. അതായത് x y then അതിന്റെ ഡെറിവേറ്റീവ്സ്, അതായത് y in terms of x, അതിന്റെ ഡിഫറെന്റ് ഓർഡേഴ്സ്, ഇപ്പോൾ ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, nth ഓർഡർ വരെ ഉള്ളത്, ഈ ടേംസ് എല്ലാം ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ഈക്വൽ ടു 0 ഫോം. ആ ഒരു ഇക്വേഷനാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് y ഡബിൾ ഡാഷ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് ഇപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. സോ ഡി സ്ക്വയർ y ബൈ ഡി എക്സ് സ്ക്വയർ. ഓക്കെ, അപ്പൊ അതേപോലെ y ഡബിൾ ഡാഷ് ഹോൾ ക്യൂബ് പ്ലസ് 3y ഡാഷ് പ്ലസ് 6y മൈനസ് 12 പ്ലസ് 0. ഈ ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. അപ്പൊ ഇവിടെ തന്നെ നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഡിഗ്രി ഓർഡറും എന്താണെന്ന് മെൻഷൻ ചെയ്യാം. ഡിഗ്രി എന്ന് പറയുന്നത് 3 ആണ്, ഓർഡർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഓർഡർ നമുക്കറിയാം ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറയുന്നതും പിന്നെ വൈ ഡാഷ് എന്ന് പറയുന്നത് ഡി വൈ ബൈ ഡി എക്സ് ആണ്, പിന്നെ വൈ. സോ ഇതിൽ ഏറ്റവും കൂടുതൽ, അതായത് ഡെറിവേറ്റീവ് സെക്കൻഡ് ഡെറിവേറ്റീവ് വന്നിട്ടുണ്ട്. സോ ആ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് ഈ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. അപ്പോൾ അത് കാരണം നമ്മൾ 2 ആണ് ഓർഡർ കൺസിഡർ ചെയ്യാം. ഇനി ആ ഓർഡർ ഡെറിവേറ്റീവ് ഉണ്ടല്ലോ, ഇപ്പോൾ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ, അതിന്റെ പവർ ആണ് നമ്മൾ ഡിഗ്രി ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇത് വൈ ഡബിൾ ഡാഷ് ആണ് അവിടുത്തെ ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പവർ എന്ന് പറയുന്നത് 3 ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലെ? സോ 3 ആണ് ഡിഗ്രി ഓഫ് ദ ഇക്വേഷൻ. നെക്സ്റ്റ്, മെത്തേഡ്സ് ഓഫ് സോൾവിംഗ് ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. അപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ജനറൽ സൊല്യൂഷനും പെർട്ടിക്കുലർ സൊല്യൂഷനും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ജനറൽ സൊല്യൂഷൻ നമുക്കറിയാം ജനറൽ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത്. പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താ, സ്പെസിഫിക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്ന ആ ഒരു സൊല്യൂഷനാണ്. സോ ഇത് രണ്ട് പാർട്സും ഉണ്ടാവും ഡിഫറൻഷ്യൽ ഇക്വേഷന്. ഇനി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യാനുള്ള ഡിഫറെന്റ് മെത്തേഡ്സ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ്. അപ്പൊ ആ ഓരോ ടൈപ്പിലും ഇക്വേഷൻ ഏത് ഫോമിലാണ്, സൊല്യൂഷൻ ഏത് ഫോമിലാണ് എന്നുള്ളത് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇഫ് ദ ഇക്വേഷൻ ഇസ് ഓഫ് ദ ഫോം dy by dx equal to f of x into g of y. ഓക്കെ, ഇപ്പൊ ഇവിടെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് വൈ ആണ്. അപ്പൊ എക്സിന്റെ ഒരു ഫംഗ്ഷൻ, വൈയുടെ വേറൊരു ഫംഗ്ഷൻ, അത് ജസ്റ്റ് ഇതേപോലെ സെപ്പറേറ്റ് ആയിട്ട് വന്നത് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇക്വേഷനെ സോൾവ് ചെയ്യാൻ ഇന്റഗ്രൽ ഡി വൈ ബൈ ജി ഓഫ് വൈ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് സി. അപ്പൊ ഒന്നുമില്ല, ഇവിടെ ഈ ഡി വൈന്റെ ഒപ്പം ജി ഓഫ് വൈനെ കൺസിഡർ ചെയ്യാം, അതേപോലെ ഡി എക്സിന്റെ ഒപ്പം എഫ് ഓഫ് എക്സ്. സോ ജി ഓഫ് വൈ എൽ എച്ച് എസിൽ കൊണ്ടുപോവാം. അപ്പൊ ഇന്റഗ്രൽ ഡി വൈ ബൈ ജി ഓഫ് വൈ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് സി. നെക്സ്റ്റ് ടൈപ്പ് ആണ് റെഡ്യൂസിബിൾ ടു വേരിയബിൾ സെപ്പറബിൾ. അതായത് ഇതിൽ തന്നെ വേരിയബിൾ സെപ്പറബിളിൽ തന്നെ വരുന്ന ഒരു ജസ്റ്റ് ഒരു സബ് ടോപ്പിക് ആണ് റെഡ്യൂസിബിൾ ടു. ഇപ്പൊ നമുക്ക് ചില ഇക്വേഷൻസ് ഡയറക്റ്റ് വേരിയബിൾ സെപ്പറബിൾ ഫോമിലായിരിക്കില്ല, പക്ഷെ അതിനെ വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് ഈ ടൈപ്പിൽ വരുന്നത്. അതായത് ഇക്വേഷൻ ഓഫ് ദ ഫോം dy by dx equal to f of ax plus by plus c. ഇത് നോക്കിയാൽ തന്നെ അറിയാം എക്സും വൈയും എല്ലാ ടേംസും നമുക്ക് ആ ഫംഗ്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഡയറക്റ്റ് ആയിട്ട് സെപ്പറബിൾ ഫോമിൽ തന്നിട്ടില്ല. അപ്പൊ നമുക്ക് അതിനെ റെഡ്യൂസ് ചെയ്യണം. സപ്പോസ് dy by dx equal to f of ax plus by plus c ആണെങ്കിൽ then do a substitution. അതായത് ax plus by plus c ക്ക് നമ്മൾ z എന്ന് പറഞ്ഞ വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ b dy by dx equal to dz by dx minus a. അതായത് ഈ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻസും ചെയ്യണം. ക്ലിയർ ആയല്ലോ? ഇക്വേഷൻ ഈ ഒരു ഫോമിലാണെങ്കിൽ ഇവിടെ ചെയ്യേണ്ടത് ax plus by plus c equal to z ഉം b dy by dx equal to dz by dx minus a. എന്നിട്ട് വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് അപ്ലൈ ചെയ്യും. നെക്സ്റ്റ് ടൈപ്പ് ആണ് ഹോമോജീനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ.
if the equation is of the form dy by dx equal to f of xy by g of xy. അതായത് f of xy and g of xy എന്താ homogeneous functions of same degree in x and y ആണ്. x and y ൽ same ഡിഗ്രിയിലുള്ള ഫങ്ഷൻസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ y is equal to v into x കൊടുക്കുക. ഓൾസോ dy by dx equal to v plus x into dv by dx കൊടുക്കുക. ക്ലിയർ ആയല്ലോ? ഇവിടെ ഇത് ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ എന്തായാലും നമ്മൾ അറിഞ്ഞിരിക്കണം, എങ്കിൽ മാത്രം നമുക്ക് ഇത് കിട്ടുള്ളൂ. അതായത് ജസ്റ്റ് ഡെറിവേറ്റീവ് കാണാം ഒരു ഇക്വേഷന്റെ അല്ലെ. അപ്പോൾ വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ a ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്നത് 1 ആണ്, പ്ലസ് b ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് സിയുടെ 0 ആണ് ഇസ് ഈക്വൽ ടു ഡി സെഡ് ബൈ ഡി എക്സ്. ഇതിൽ നിന്ന് a എന്ന് പറയുന്നത് ആർ എച്ച് എസ് കൊണ്ടുപോകാം. So b into dy by dx is equal to dz by dx minus a. ഇത് തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ക്ലിയർ ആയോ? b into dy by dx is equal to dz by dx minus a. അതേപോലെ തന്നെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷനിൽ y is equal to vx നമ്മൾ ചെയ്യില്ലേ, ഇതിൽ നിന്നാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കുന്നത്. ജസ്റ്റ് ഡെറിവേറ്റീവ് ആണ് വിത്ത് റെസ്പെക്ട് ടു x. അപ്പൊ dy by dx എന്തായി? നമ്മൾ v into x എന്ന് പറയുന്നത് again നമ്മൾ v again ഒരു ഫംഗ്ഷൻ ഓഫ് x ആണ്. അപ്പൊ നമ്മൾ ഇവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. v into derivative of x plus x into derivative of v അങ്ങനെ. അപ്പോൾ v into derivative of x 1 ആണ്, plus x into derivative of v with respect to x എന്താ x into dv by dx. സോ ഇത് മാത്രം പഠിച്ചു വെച്ചാൽ മതി, ബാക്കി നിങ്ങൾക്ക് അതൊന്നും കിട്ടും. സപ്പോസ് ബൈ ഹാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ dy by dx equal to v plus x into dv by dx. നെക്സ്റ്റ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ ഇത് again 2 ടൈപ്സ് അല്ലെങ്കിൽ 2 ഫോംസിൽ വരാം. അപ്പോൾ ഫസ്റ്റ് ഫോം ആണ് പറയുന്നത് dy by dx plus p into y is equal to q. ഇവിടെ p and q എന്ന് പറയുന്നത് ഫങ്ഷൻസ് ഓഫ് x ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സൊല്യൂഷൻ ഇസ് ഗിവൺ ബൈ y into e raised to integral p dx is equal to integral of q into e raised to integral p dx into dx plus c. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് പവറിലാണ് വരുന്നത്, ഇയുടെ പവറിലാണ് ഇന്റഗ്രൽ p dx വരുന്നത്, ശ്രദ്ധിക്കുക. ഓക്കെ, ഇതിൽ ഈ ഇ റേസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ് അതിനെയാണ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ ഏത് ഫോമിലാണ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഇസ് ഈക്വൽ ടു ക്യൂ. അതിൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് y ഇൻറ്റു ഇ റേസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ക്യൂ ഇൻറ്റു ഇ റേസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് സി. അതിൽ ഇ റേസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ് അത് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം, എന്നിട്ട് ഈ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതാണ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇനിയിപ്പോൾ ഇതിന്റെ വേറൊരു കേസാണ് ജസ്റ്റ് എക്സ് ആൻഡ് വൈ റിവേഴ്സ് ഓർഡർ. അപ്പോൾ ഡി എക്സ് ബൈ ഡി വൈ പ്ലസ് പി എക്സ് ഇക്വൽ ടു ക്യൂ. അപ്പോൾ ഇവിടെ പി ആൻഡ് ക്യൂ എന്താവും? ഫങ്ഷൻസ് ഓഫ് വൈ ആണാവുക അല്ലെ. നേരെ തിരിച്ച് എക്സും വൈയും ഇന്റർചേഞ്ച് ചെയ്യാം. ദെൻ സൊല്യൂഷൻ എന്താവും? എക്സ് ഇൻറ്റു ഇ റേസ് ടു ഇന്റഗ്രൽ പി ഡി വൈ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ക്യൂ ഇൻറ്റു ഇ റേസ് ടു ഇന്റഗ്രൽ പി ഡി വൈ പ്ലസ് സി. ഇവിടെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഏതാ വരാം? ഇ റേസ് ടു ഇന്റഗ്രൽ പി ഡി വൈ. ലാസ്റ്റ് ടോപ്പിക് ആണ് ലീനിയർ പ്രോഗ്രാമിംഗ്. ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മെത്തേഡ് ഫോർ ഫൈൻഡിങ് ദ ഓപ്റ്റിമൽ വാല്യൂസ്. ഓപ്റ്റിമൽ എന്ന് പറഞ്ഞാൽ എന്താ? മാക്സിമം ഓർ മിനിമം ഓഫ് ക്വാണ്ടിറ്റീസ് സബ്ജക്ട് ടു ദ കൺസ്ട്രെയിൻസ് when relationship is expressed as linear inequations or inequalities. അതായത് നമുക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ റിയൽ ലൈഫ് എക്സാമ്പിൾസിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓപ്റ്റിമൽ വാല്യൂസ് കണ്ടുപിടിക്കണം സർട്ടൻ ക്വാണ്ടിറ്റീസിന്റെ, പക്ഷെ അത് ബേസ്ഡ് ഓൺ സർട്ടൻ കൺസ്ട്രെയിൻസ് ആയിരിക്കും, ലിമിറ്റ്സ് ആയിരിക്കും. ഈ റിലേഷൻഷിപ്പ് തന്നിരിക്കുന്നത് ഇൻ ടേംസ് ഓഫ് ലീനിയർ ഇനീക്വേഷൻസ് ഓർ ഇനീക്വാളിറ്റീസ് ആയിരിക്കും. ഇനി ഒരു പർട്ടിക്കുലർ പ്രോബ്ലം തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ ഇൻ കേസ് ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ് അതാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസിഷൻ വേരിയബിൾസ് n ഡിസിഷൻ വേരിയബിൾസ് കൺസിഡർ ചെയ്യുക, അതായത് x1 x2 എക്സെട്ര xn. ഇനി മാത്തമാറ്റിക്കൽ ഫോം ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ് is given by find the values of x1 x2 എക്സെട്ര xn which optimize the linear function. അപ്പോൾ നമ്മൾ n ഡിസിഷൻ വേരിയബിൾസ് കൺസിഡർ ചെയ്തു. അപ്പോൾ അതിന്റെ മാത്തമാറ്റിക്കൽ ഫോം ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഈ n ഡിസിഷൻ വേരിയബിൾസിന്റെ വാല്യൂസ് കാണണം. ഈ നമുക്ക് തന്നിരിക്കുന്ന ലീനിയർ ഫംഗ്ഷനെ ഒപ്റ്റിമൈസ് ചെയ്യണം. ഒപ്റ്റിമൈസ് ചെയ്യാൻ പറഞ്ഞാൽ ഒന്നെങ്കിൽ മാക്സിമൈസ് ചെയ്യണം അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യണം. അതനുസരിച്ചിട്ട് നമ്മൾ ഈ x1 x2 എക്സെട്ര xന്റെ വാല്യൂസ് കാണണം. So first of all z is equal to c1 x1 plus c2 x2 plus etc cn xn. ഓക്കെ, ഇതാണ് മാത്തമാറ്റിക്കൽ ഫോർമുലേഷനിലെ ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി സബ്ജക്ട് ടു ദ കൺസ്ട്രെയിൻസ്, നമ്മൾ കൺസ്ട്രെയിൻസിന്റെ ബേസിസിലാണ് ഇത് ഫോം ചെയ്യുന്നത്.
ആ കൺസ്ട്രെയിൻസ് ജനറൽ ഫോമിൽ കൺസിഡർ ചെയ്യുക. a11x1 plus a12x2 plus etc. a1n xn. അതായത് ഇവിടെ ഇനീക്വാളിറ്റീസ് ഏതൊക്കെ വരാം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു b1. ഇത് RHS ആണ് b1. നെക്സ്റ്റ് അതേപോലെ തന്നെ എക്സെട്ര am1x1 plus am2x2 plus etc. amn xn. Again linear inequalities bm. And non-negative restrictions. അതുപോലെ അത് കൂടാതെ ഇപ്പൊ ഇത്രയും കൺസ്ട്രെയിൻസ് കൂടാതെ നമ്മൾ നോൺ നെഗറ്റീവ് റെസ്ട്രിക്ഷൻസ് പറഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഡിസിഷൻ വേരിയബിൾസ് ഇല്ലേ, അത് നോൺ നെഗറ്റീവ് ആയിരിക്കണം. ഇറ്റ് ക്യാൻ ബി ഏതർ 0 അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഇനി ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്ത സി ബി എ ഇതെല്ലാം എന്താണ്? കോൺസ്റ്റൻസ് ആണ്. ഓക്കെ, ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് ഇവിടെ ഇക്വേഷൻ 1 ആണ് നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോബ്ലത്തിന്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. നെക്സ്റ്റ് ഇക്വേഷൻസ് 2 are the constraints. അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് തന്നിട്ടില്ലേ, 2 ആ സെറ്റ് ഓഫ് ഇക്വേഷൻസിനാണ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഇക്വേഷൻ 3 അതായത് നോൺ നെഗറ്റീവ് റെസ്ട്രിക്ഷൻസ് ആണ്, അത് ഓൾറെഡി ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇക്വേഷൻസ് 2 ഈ ഇനീക്വാളിറ്റീസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ലെസ് ദാൻ ഈക്വൽ ടു ആവാം, ഈക്വൽ ടു ആവാം, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആവാം. ഓക്കെ, താങ്ക് യു.